കള്ളുകൂടിയാ? നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ കള്ളുകൂടിയാ? അവരുടെ വർത്താനം കേട്ടതൊന്നും പാലാ കുടിക്കുന്നതില്ല. നിങ്ങളെപ്പോലെ തന്നെ നല്ല ജോലിഫിക്കേഷനും വിദ്യാഭ്യാസവും ഉള്ള ആളാണ് ചേട്ടാ. നീ പോടാ പോടാ നീ. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, തന്നെ പിടിച്ചോളാം ഞാൻ. അതെ 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 അതെ, ഞാനിപ്പോ ബസ് സ്റ്റോപ്പിലുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. ഞാൻ വിചാരിച്ചതാണ്ട് കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ചില കൾച്ചർ ഇല്ലാത്ത ഫെലോസ്, അതാണ് സംഭവം. ഇഷ്ടം പോലെ ഫെലോസ് ബസ് സ്റ്റോപ്പല്ലേ, കൾച്ചറില്ല, ഇഷ്ടം പോലെ. ശരി, ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ശരി, ഞാൻ വെക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കേടാ. ഓക്കേടാ. ശരിയടാ. ശരിയടാ. ഓക്കേടാ. 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 മതിയുടെ നിർത്തടാ. ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് ഫോൺ ചെയ്യാൻ സമ്മതിക്കുമല്ലോ. ഫോൺ ഞാൻ എടുത്തോളാം. ഹലോ. എപ്പോ? ഗുരുവായൂരപ്പാ. ഗുരുവായൂരപ്പന് ഫോൺ എടുത്താ? ഓക്കെ ഓക്കെ, ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്താ ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ? ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ അല്ല, ഇപ്പൊ ഗുരുവായൂരപ്പനെ വിളിക്കണ കേട്ടോ, അതുകൊണ്ട്. ഓ എടോ, ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചതല്ല. ബോംബെയിലുള്ള എന്റെ ഒരു പഴയ സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പോ ഗുരുവായൂരപ്പ എന്നറിയാതെ വിളിച്ചു പോയതാ. ബോംബെയിലുള്ള സുഹൃത്ത് മരിച്ച? മരിച്ച്. എന്നുവെച്ചാൽ കൊണ്ട് ബോംബെയുള്ള സുഹൃത്ത് മേടിച്ചെങ്കിൽ ഒരു പൈൻ്റൊക്കെ മേടിക്കാം, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണം, നടക്കത്തില്ല. എടോ, ഒരാൾ മരിച്ചു കിടക്കണോ ചെലവ് ചെയ്യുന്നത്? അതറിയാൻ മേലെ. എന്ത്? ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാധനം മേടിക്കും. അതാണ് കേരളത്തിലെ സിസ്റ്റം. അതാണ് സംഭവം. അതാണ്. രാവിലെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. എന്താ ഒരു പുച്ഛം പോലെ സംസാരിക്കും? പുച്ഛമൊന്നുമില്ല, അടിക്കണം, പക്ഷെ ഇത്രയും രാവിലെ അടിക്കരുത്. അങ്ങനെ അങ്ങ് സംസാരിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഗൾഫിന് പോകണ ഒരു ഫ്ലൈറ്റ് അത് പറക്കണമെങ്കിൽ ഇന്ധനം വേണ്ടേ? ഇന്ധനം വേണം. ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോണ ഒരു കാറ് അത് മൂവ് ചെയ്യണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനം വേണം എന്ന് പറയുന്ന പോലെ എനിക്ക് മൂവ് ചെയ്യാൻ ഞാൻ രാവിലെ ഇച്ചിരി ഇന്ധനം അടിച്ചു. എനിക്ക് തെറ്റെന്താ? അത് ശരി, അപ്പൊ ഇന്ധനം അടിച്ചതാണ്. രാവിലെ ഇന്ധനം അടിച്ചോണ്ട് എങ്ങോട്ടാ? അതെന്നാന്നറിയോ, എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് അടയ്ക്കാത്ത കാരണം അവന്മാർ ഒന്ന് ഫീസ് ഊരിക്കൊണ്ട് പോയിരുന്നേ. അപ്പൊ കറണ്ട് ചാർജ് അടക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റി ബോർഡ് വരെ പോവാ. കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകണോ? വെള്ളം അടിച്ചോണ്ട്. അതിന്റെ വെള്ളം അടിച്ചോണ്ട് അവരെന്നെ കറണ്ട് ചാർജ് സ്വീകരിക്കത്തില്ലേ? എടോ, ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്ന് എല്ലാം പാടില്ല. എടോ, ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്ന് എല്ലാം പാടില്ല. ഓ, സർക്കാരിന് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം, വെള്ളം അടിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടക്കാൻ പോകാൻ മേല. അതെങ്ങനെ അങ്ങനെ സംസാരിക്കല്ലേ? നമുക്കറിയാം, ഇവിടെ ഡ്യൂട്ടി സമയത്തും വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എനിക്കറിയാം. ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ? എങ്കിൽ അവർക്ക് സസ്പെൻഷൻ ഉറപ്പാ. എന്നാൽ ഇതുവരെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ആരാണോ ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്നത്? ആരാണോ? ഫയർഫോഴ്സുകാർ അടിക്കുന്നില്ല വെള്ളം, വാട്ടർ അതോറിറ്റിക്കാർ അടിക്കുന്നില്ല വെള്ളം. അപ്പൊ അവർക്കൊക്കെ വെള്ളം അടിക്കും, അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാർ. നമ്മൾ ഇത്തിരി വെള്ളം അടിക്കപ്പോഴാണ് തെറ്റായി പോയത്. എടോ, ആ വെള്ളമടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഡ്യൂട്ടിയാണ്. ആ വെള്ളമടി അവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ ഈ വെള്ളമടി എന്റെ ഡ്യൂട്ടിയാ. ദിസ് ഈസ് മൈ ജോബ്. ശരി, അപ്പൊ അതാണ് സംഭവം. കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകുന്നല്ലേ പറഞ്ഞു? എനിക്കൊരു ചെറിയ ഉപദേശം തരാണ്. താൻ എത്ര ക്യൂ നിന്ന് ബുദ്ധിമുട്ടി കറണ്ട് ചാർജ് അടയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. താൻ ഇവിടെ നിന്ന് വിഷമിച്ച് കറണ്ട് ചാർജ് അടച്ചിട്ട് തന്റെ വീട്ടിലോട്ട് ചെന്ന് തന്റെ റൂമിൽ കയറി ആ സ്വിച്ച് ഒന്നിട്ട് നോക്കിക്കേ. ഈ ബൾബൊക്കെ എങ്ങനെയാ കത്തുന്നത് അറിയോ? എങ്ങനെയാ കത്തുന്നത്? ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. അത് അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താന്നറിയോ, ഈ കലക്കവെള്ളത്തിനല്ല കറണ്ട് ഉണ്ടാക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ബൾബൊക്കെ മങ്ങി കത്തുന്നത്. അല്ലെ പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കണം. മിനറൽ വാട്ടർ തെളിച്ചം വേണം, മിനറൽ വാട്ടിൽ അങ്ങോട്ട് ഉണ്ടാക്കണം. ചുമ്മാ തന്നെ നാട്ടുകാർ പറയുന്നത് തന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇവിടെ തന്റെ ഭാര്യ പോലും നാട്ടിലിറങ്ങി നാട്ടുകാരോട് പറയാൻ തുടങ്ങി തന്നെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ശല്യമാണ്. എന്റെ പൊന്നേട്ടാ, അത് എന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന്. എന്ത്? അത് അവളെ കുഴപ്പം കൊണ്ടല്ലേ. ഏതവിടെ കുഴപ്പം? എന്റെ വൈഫിന്റെ. വൈഫിന്റെ? എന്റെ പെണ്ണുമ്പിള്ള. എന്ത് കുഴപ്പം? എന്റെ മനോട്ട, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്ത് കാര്യം? ഉദാഹരണത്തിന് നിങ്ങളൊരു പശുവിനെ വളർത്തുന്നു. ഞാനൊരു പശുവിനെ വളർത്തുന്നു. അതിന് കൃത്യമായിട്ട് കാലിത്തീറ്റ് കൊടുക്കുന്നു, പിണ്ണാക്ക് കൊണ്ട് കൊടുക്കുന്നു, പുല്ല് എത്തി കൊണ്ട് കൊടുക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആകുമ്പോ അപ്പുറത്തെ സുഭാഷ് കറക്കാൻ വന്നാൽ നിങ്ങൾക്ക് സൂഹിക്കുവോ? അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാമോ, ഞാൻ രാവിലെ പോലും വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ട് പാടുപെട്ടു പണി എന്റെ പട്ടി പണി ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞ. ഞാൻ രാവിലെ പോലും ഷാപ്പിലിരുന്ന് അടിച്ച് സെറ്റായിട്ട് രാത്രിയാകുമ്പോൾ എഴഞ്ഞും വലിഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ കയറി വരുന്നത് അറിയാം. അതുകൊണ്ട് അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്താണ്, എന്റെ വൈഫ് മറ്റൊരു പുരുഷനായിട്ടൊന്ന് സ്പീച്ച് എന്റെ പെണ്ണും പുള്ള വേർത്തോട്ടത്ത് സംസാരിക്കുന്നത്. പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. അവര് സോഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും. ആണോ? സോഷ്യലിസം കാണിക്കാനേ. ഇത് കാറൽ മാർക്സിന്റെ വീടൊന്നുമല്ല, എന്റെ സ്വന്തം വീടാ. ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിലൊരു പുരുഷൻ ഇല്ലാത്തപ്പോൾ അവന്റെ വൈഫുമായിട്ട് മറ്റൊരു പുരുഷൻ സംസാരിക്കുന്നതാണോ കേരളത്തിലെ സോഷ്യലിസം? എന്നിട്ട് താൻ എന്ത് ചെയ്തു?
ഒരക്ഷരം മിണ്ടാൻ പോയില്ല. ആ. ഞാൻ ഓരോ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ പോയില്ല. ഞാൻ മിണ്ടാതെ പുറകെ കൂടി പതുങ്ങി ചെന്നിട്ട് ഒരൊറ്റ ചവിട്ടിന് അവിടെ നട്ടല്ലൊടിച്ചോളാം. എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് താൻ കാണിച്ചത്? തനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നു മുമ്പിൽ കൂടെ തന്നെ ചവിട്ടാൻ മേലായിരുന്നു. ആ മുമ്പിൽ കൂടി ചെന്ന് ചവിട്ടി അവൾ എന്റെ നട്ടല്ലൊടിക്കത്തില്ല, അപ്പൊ എനിക്ക് നട്ടല് വേണ്ടേ? എടോ ആണുങ്ങളായാലേ ആണത്തം വേണം. തന്റെ ഭാര്യയായിട്ട് ആണൊരുത്തൻ അവിടെ സംസാരിച്ചിരിപ്പില്ലായിരുന്നോ? എനിക്ക് അയാൾക്കിട്ട് ചവിട്ടാൻ മേലായിരുന്നോ? പരിചയമില്ലല്ലോ. പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ പുറകെ കുടിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന മോശമല്ലേ? അത് ശരി, സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും. ആ വീട്ടിലാണ്. ഈ സംഭവങ്ങളൊക്കെ പോട്ടെ, ഈ മക്കളെന്ന് പറഞ്ഞാൽ ആരാ? മക്കളെന്ന് പറഞ്ഞാൽ എന്റെ തന്ത്രയൊന്നും ഇല്ലാണോ? ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്നതാണ്. ആ തനിക്ക് ദൈവം തന്നായിരിക്കും. ഞാൻ എന്റെ പിള്ളേരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ. നമ്മൾ കഷ്ടപ്പെട്ടാലും ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിനാ. അപ്പൊ നമ്മൾ കഷ്ടപ്പാടൊന്നും യാതൊരു വിലയില്ല ഇവിടെ. അപ്പൊ താൻ കഷ്ടപ്പെട്ടതാണല്ലോ. പിന്നെ എന്തിനാണ് താൻ തന്റെ മൂത്ത ചെറുക്കനെ എടുത്തിട്ട് ഇതുപോലെ അടിക്കുന്നത്? എന്റെ പൊന്നേട്ട, എന്റെ മോനെ തല്ലാൻ എന്തെങ്കിലും കാരണമില്ല ഞാൻ അവനെ തല്ലുവോ? എന്ത് കാരണം? ഒരു ദിവസവും വീട്ടിലോട്ട് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു, സുമേഷേ നീ എവിടെ പോയിട്ട് വരാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറ അവൻ അമ്പലത്തിൽ പോയില്ല. പിള്ളേർ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ വളരെ നല്ല ശീലമല്ലേ? ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചു നീ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താന്ന് വെച്ചു. അവൻ പറഞ്ഞെന്താന്നറിയാ? അവൻ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിക്കാൻ പോയിരുന്നു. അമ്മയോട് സ്നേഹമുള്ള പിള്ളേരാകുമ്പോ ചിലപ്പോ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചെന്നിരിക്കും. അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചോട്ടെ, സമ്മതിച്ചു. പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു പോലെ നീ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചു, നീ അച്ഛന്റെ പേരിൽ എന്ത് കഴിക്കുന്നത്? അവൻ പറഞ്ഞതെന്നറിയാം. എന്താ പറഞ്ഞ? എന്റെ പേരിൽ അപ്പുറത്തെ രായപ്പൻ ചേട്ടൻ്റെ അവിടെ പോയി 3 ഊറ്റ് പുട്ടും 2 ബീഫ് കറിയും കഴിച്ചത്. കാലവരി നിലത്തടിക്കണ്ടവനെ അവൻ എനിക്ക് ചെലവുണ്ടാക്കിട്ട് വന്നിരിക്കുക. എടോ, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എനിക്ക് ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാര്യ, അവള് ടി വിയിൽ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട്, മഹിളാരത്നം. അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവളെ കൊണ്ട് പോകാൻ പോവാ. അവൾ എന്ത് പറഞ്ഞാലും ആ നിമിഷം ഞാൻ അനുസരിച്ചിരിക്കും. അതങ്ങനെ അണയാൻ പോണത് ആളിക്കത്തും അങ്ങോട്ട് കത്തട്ട. അല്ലെ ഞാൻ നിന്നോട് പറയാൻ പോയി എന്നെ പറഞ്ഞോണ്ടാ മതിയല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ? ചേട്ടാ വന്നോ? എടി എത്ര നേരമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിൽക്കുവാന്നറിയോ? എന്ന് പറഞ്ഞ് ഒരുങ്ങി തീരണ്ടേ? ഒരുങ്ങി നീ സുന്ദരിയായി കേട്ടോ. നീ നന്നായിട്ട് പോയി പെർഫോം ചെയ്യണം. SMS മേടിച്ചെന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ അല്ലേ? പോകാം. എന്റെ ദൈവം, എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഈ വൃത്തികെട്ടവനെയാണല്ലോ കണി കാണുന്നത്. എന്റെ ഈശ്വര, കണി ശരിയായി. കണി കാണും നേരം കമലാനേത്രന്റെ തിരുവൈക്കം ശിവശംഭോ. കണി ശരിയായില്ലെന്ന്. അതെ, ഇന്ന് ഏതമ്പലത്തിലോട്ട് എഴുന്നള്ളിപ്പോ? അല്ല, കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോണുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ, നമ്മളെവിടെ പെടുന്നു നമ്മൾ അറിഞ്ഞാൽ പോരെ. നമ്മളെവിടെ പെടുന്നു കണ്ടവനൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ എവിടെ പെടുന്നു ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ. നിങ്ങൾ എവിടെ പോകണം നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ എന്റെ നെഞ്ചത്ത് കയറാൻ പറ്റുന്നത് വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണേ. എല്ലാരും പറയും വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം. എനിക്കറിയാൻ മേലോ ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കണ സ്ഥലമാണോ ഈ വയറ്? താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റി കിടക്കണം. ഞാൻ അടിച്ചോളും, പിന്നെ നിങ്ങൾ അടിച്ചോളൂ. എന്റെ വയറിന് വല്ല പറഞ്ഞു പെണ്ണുപിള്ള നിങ്ങൾ ഒറ്റ കാരണമല്ലോ പെണ്ണുപിള്ള കേൾക്കേണ്ടി വന്നത്. രാവിലെ ചുരിദാറാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഞാൻ പറഞ്ഞില്ല പറയേണ്ട സാധനം പറയേണ്ട രീതി പറഞ്ഞാൽ ഏത് ശക്തിയും പിൻവലിക്കും. ഈ സാധനത്തെ നിങ്ങൾ എവിടെ കൊണ്ടുപോകണമെന്നാ പറഞ്ഞ? മഹിളാരത്നമാക്കാൻ കൊണ്ടുപോവാ. ഇതിനെ മഹിളാരത്നമല്ല, ഇതിനെ ലഹളാരത്നമാക്കാൻ വേണ്ടി. അടങ്ങി. അതെ, നീ പിണങ്ങാതെ. ഞാൻ പറഞ്ഞില്ലേ ടി വിയിൽ പുതിയ റിയാലിറ്റി ഷോ ആണ് മഹിളാരത്നം. നീ ഇതേ ഇവിടെ പെർഫോമൻസ് കണ്ടിട്ട് ഇവക്ക് SMS ചെയ്യണം. ഈ SMS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അറിയാം. എന്താണ്? സാധാരണക്കാരന്റെ മണികളെന്ന സാധനം. SMS എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുന്ന ഇലക്ഷൻ അല്ലേ? ആ വോട്ടല്ല, മൊബൈലിൽ കൂടി വോട്ട് ചെയ്യണം. എന്നെ പോലീസ് പിടിക്കുമ്പോ നീ വന്നേ. നിനക്ക് ഇവിടെ ഫോർമാറ്റ് അറിയാവോ? അല്ലേ? എടാ, നിനക്ക് ഇവിടെ ഫോർമാറ്റ് അറിയാവോ? ഫോർമാറ്റ് ഒക്കെ എനിക്കാണ് അറിയാവുന്നത്. സ്വന്തം പെണ്ണുമ്പിള്ളയുടെ ഫോർമാറ്റ് പോലും അറിയാം. തനിക്ക് നാളെ സംസാരിക്കാം. നിന്നോട് പറയാൻ പോയി എന്നെ പറഞ്ഞോണ്ടാ മതിയല്ലോ. എടി നിന്റെ മാഷ്, ഹെഡ് മാഷ്. മാഷേ ഗുഡ് മോർണിംഗ്. ശശി അതിലെ പൊക്കണം. നീ കുറെ ദിവസമായി നിന്നെ തിരക്കിലൊക്കെ ഇങ്ങോട്ട് വന്നേ. അടിക്കുമ്പോ നിന്നോട് എത്ര ദിവസം മാഷ് വന്ന് ഞാൻ കണ്ടില്ലേ? ഞാൻ നിന്നെ കണ്ടായിരുന്നല്ലോ. നിന്നോട് എത്ര ദിവസമാണ് സ്കൂൾ വരെ വരാൻ പറഞ്ഞിട്ട്? അതിന് ഞാൻ പഠിത്തം നിർത്തിട്ട് കുറേ നാളല്ലോ. പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് വരും? അയ്യോ, നീ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞേ. നിന്റെ പിള്ളേരുടെ ശല്യം കൊണ്ട് നീ അവിടം വരെ വരാൻ പറഞ്ഞത്. എന്റെ പൊന്നു മാഷ, എന്റെ പിള്ളേരുടെ ശല്യം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. പിന്നെ അതും പറഞ്ഞ എന്നെ ശല്യം ചെയ്യില്ല പ്ലീസ്.
ഇതുപോലെ മണ്ടന്മാരായ രണ്ട് ആ പിള്ളേർ അവന്മാര് ഭൂലോക മണ്ടന്മാരായതുകൊണ്ടാ ഞാൻ ആ ഉണക്ക സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടാ. അവന്മാര് ബ്രില്യൻ്റ് ആയിരുന്നെങ്കിലേ ഞാൻ വല്ല ഇംഗ്ലീഷ് മീഡിയത്തിലും പറഞ്ഞു വിട്ടേ. ഇംഗ്ലീഷ് വിട്ട് പഠിപ്പിച്ചാൽ നിന്റെ പിള്ളേർ ഇപ്പൊ അങ്ങ് പഠിച്ചങ്ങ് കളക്ടറാകാൻ പോലെ പറയാൻ പറ്റുന്നത് ചിലപ്പോൾ ദൈവം അനുഭവിച്ച ഐക്യ കളക്ടറൊക്കെ ആയിരുന്നിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പിള്ളേരെ അനുഗ്രഹിക്കുക. ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാമാർക്ക് അറിയത്തില്ല. ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാമാർക്ക് അറിയാം. അത് പിള്ളേരെ പറഞ്ഞിട്ട് വരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോകണ്ട, ഉള്ളതുള്ളതുപോലെ വായിക്കാൻ മതി എന്ന് പറഞ്ഞു. പിള്ളേരെ നിർബന്ധിക്കില്ല. എനിക്കത് ഇഷ്ടമാണ്. എന്ത് പിള്ളേരാണ് ഇവന്മാര്? എന്ത് പിള്ളേരപ്പോ അത്? അവന് തന്നെ സൂചിക്കുന്നില്ല അവന്റെ പിള്ളേരെ. ഇവിടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് അവന്മാർക്ക് രണ്ടുപേർക്കും അറിയാൻ മേല. ആണോ? നിങ്ങൾ അവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ കൊടുക്കുക? അത് ഗവൺമെന്റിൽ നിന്ന് അടിച്ചു വരുന്ന. അപ്പൊ ഗവൺമെന്റിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ. അല്ല എന്റെ മക്കളല്ല ഗവൺമെന്റ് വിട്ടത് പൂരിപ്പിക്കുന്നത്. ഗവൺമെന്റ് തെറ്റിയാൽ എന്റെ പിള്ളേർക്ക് കിടക്കാൻ മേല. അതല്ലേ ന്യായമാ? അയ്യേ ഷേപ്പ് കണ്ടില്ലേ? കുടിച്ച് 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 കറുത്ത് കരിമാക്കാനെ പോലെ ഇരിക്കുക കണ്ടില്ലേ? എല്ലാ ദിവസം കൂടിയാ എന്റെ വീടിനടുത്താന്ന് പറയാൻ എനിക്ക് ചമ്മലാകുക. ഒരുമാതിരി വൃത്തികെട്ട രൂപം. അപ്പൊ മതി നേരത്തെ പോ. കറുത്തിരിക്കുന്നത് എനിക്ക് ചമ്മല് വരുന്നു. അത് എന്നാന്നറിയോ? പണ്ട് എന്നെ ഒരു നേഴ്സ് ചതിച്ചോ. നേഴ്സ് ചതിച്ചോ? ആ അങ്ങനെ എന്റെ മാഷിനെ അറിയാൻ മേലാത്തോണ്ടാ. ഒരു ഹോസ്പിറ്റലിൽ എന്റെ അമ്മ എന്നെ പ്രസവിച്ച ഒരു ബെഡ് കിടക്കുന്നു. തൊട്ടപ്പുറത്തെ ബെഡ് വേറൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് കിടക്കുന്നു. എന്റെ അമ്മ പ്രസവിച്ച കൊച്ചിനൊന്ന് കാണണം. എന്നെ കൊച്ചാണ്, നല്ല വെളുത്ത് നല്ല തക്കിടിമുണ്ട നല്ല ഒരു പടക്കം കൊച്ചു, സുന്ദരം കൊച്ചു, നല്ല സുന്ദരം നല്ല വെളുത്ത് നല്ല അടിപൊളി അടിപൊളി കൊച്ചു. തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കൊച്ചിനെ ഒന്ന് കാണണം. അതിനെ പറ്റി ഇങ്ങനെ മെനക്കെട്ട പിള്ളേരുണ്ട്. എന്ത് വൃത്തികെട്ട ഷേപ്പായി. ഒരു മുതൽ ടാറും പാട്ടം മുക്കിയൊക്കെ കരുത്തിരുണ്ട ഒരു സാധനം. ആ ചേച്ചിക്ക് പോലും ഇഷ്ടമല്ല കൊച്ചിന്. അതുപോലത്തെ ഒരു വൃത്തികെട്ട കൊച്ച്. ഈ നേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് കിടന്ന വെളുത്ത കൊച്ചിനടുത്ത് ആ ചേച്ചിയുടെ അടുത്ത് കിടത്തിയിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടന്ന കറുത്ത കൊച്ചിൻ്റെ അടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ശരിക്കും മറ്റേ കൊച്ചാ ഞാൻ. ആ ഈ നേഴ്സ് എടുത്ത് മാറ്റുകൊണ്ടോ ഞാൻ കറുത്തു പോയത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വെളുത്തിരുന്നേനെ. അറിയാവാ? ഓറഞ്ച് പോലെ വിവരമില്ലാത്ത വർത്താനം പറയല്ലേ കേട്ടോ. കൊച്ചിനെ മാറ്റി നീ അങ്ങ് കറുത്തു പോയല്ലോ. സത്യം പറഞ്ഞു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ ഞാൻ പിന്നെ പിടിച്ചോളാം. സ്കൂളിൽ വാ, നിന്നെ പിടിച്ചോളാം. എനിക്ക് പോയിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പോയിട്ട് മാഷേ എന്താ സംഭവം അറിയോ? ഈ മക്കളെ കുറിച്ചും കൂടെ ഒന്ന് കാര്യം പറഞ്ഞിട്ട് പോകും. അതെന്നാ പറഞ്ഞത്? മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആണോ? തന്തമാര് നന്നായാലേ മക്കൾ നന്നാകത്തുള്ളൂ. തന്തമാര് നന്നായാലേ മക്കൾ നന്നാകത്തുള്ളൂ. ഇത്രയൊക്കെ എനിക്ക് മാഷ് പോകാൻ പറ്റേ. ഒരു കാര്യം മാഷ് എവിടെ പോവാ? ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. അതിന്റെ SI സ്കൂളിൽ വല്ല പുതിയ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോവാണോ? ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോകില്ല. പിന്നെ എന്റെ മൂത്ത വനണ്ട് അവിടെ നിന്ന് സൈക്കിൾ മോട്ടിച്ചു പിടിച്ചകത്തിട്ട് ഞാൻ ചെന്നിട്ട് വേണം അവനെ ഒന്ന് ഇറക്കാൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. തന്തമാര് നന്നായാലേ മക്കളെ നന്നാകത്തുള്ളൂ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. മാഷേ കുറിച്ച് എന്തായാലും പറയുന്നതിനകത്ത് ഇടപെടാതെ. എടി നിന്റെ മാഷല്ലേ, നമ്മളൊരു പുതിയ പരിപാടി പങ്കെടുക്കാൻ പോവല്ലേ? മാഷിനെ കാല വീണ് അനുഗ്രഹം മേടിക്കണേ. ഈ പെണ്ണ് വലിയ ശല്യം. അയ്യോ മാഷ, അതെ ഈ ടിവിയിൽ പുതിയ വനിതാരത്നം എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മഹിളാരത്നം. ഞാനതിൽ മത്സരിക്കാൻ പോവാണ്. അപ്പൊ മാഷന്റെ പ്രോഗ്രാം കാണണം, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വേണ്ടി SMS അയക്കണം. SMS ഒക്കെ ചെയ്യാം, അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ മാഷ ഇവിടെ ആക്ടിങ് മാഷ ഒന്ന് കാണേണ്ടതല്ലേ? കാണണം. നീ മറ്റേ സാർ കാണിച്ചു. എടി നാഗവല്ലി. കരുനാഗപ്പള്ളിയോ? എടി നാഗവല്ലി. നാഗവല്ലി. ഓക്കെ കാണിക്കേ. ഓക്കെ നാഗവല്ലി. ഓക്കെ റെഡി. നല്ല വലി കൊണ്ട് കേട്ടോ, ആശുപത്രി കൊണ്ടുവന്ന് നോക്കാൻ. അല്ല പോണ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ സംഭവിച്ചെങ്കിൽ അവിടെ ഭർത്താവ് പറഞ്ഞ നീ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു ഉപകാരം ചെയ്യണ്ട. നീ കാണിച്ചോടി, ഞാനൊരു ആക്ഷൻ പറയാം. ആക്ഷൻ. ഇന്നേക്ക് ദുർഗാഷ്ടമി ഉണ്ണനാ കൊന്ന് രക്തത്തെ കുടിച്ച് ഉദ്ഘാടനം നടമാടുമേ. ആരാ? എവിടെയാ? ആരാ? സുരേഷ് ഗോപി. ഇതോ? ഇത് സുരേഷ് ഗോപിയോ? അയ്യടാ, ഒരു മുണഞ്ഞ സുരേഷ് ഗോപി. ആണോ? ഈ മുണഞ്ഞ സുരേഷ് ഗോപി വന്നില്ല ഇപ്പൊ കാണാറുണ്ട്. എന്നാ കാണാൻ? പെണ്ണ് പെടലിക്ക് പിടിച്ച് ഞെക്ക് കൊന്നേ രക്ഷിച്ചതിന് ഒരു ജാട ഇറക്കല്ലേ. എന്തായാലും സുരേഷ് ഗോപിയുടെ കറക്റ്റ് സൈസാണോ? സൈസും കറക്റ്റ് രൂപവും കയ്യിൽ വിളിക്കുന്നു. ഒറ്റ കുഴപ്പമില്ല. ഒരു സുരേഷ് ഗോപി വന്നിരിക്കുന്നു. സുരേഷ് ഗോപി സൂചിച്ചില്ല മോളെ. പോട്ടെ കേട്ടോ, അതങ്ങനൊക്കെ പറഞ്ഞത് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കാണിച്ചാൽ ഞാനത് പേടിച്ചു പോയി കേട്ടോ. മോൾ ഇത് കാണിച്ചാൽ മതി, മാർക്ക് ഉറപ്പാ. അതങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ചാൽ ചിലപ്പോൾ അവർ മാർക്ക് ഇട്ട് കൊടുത്തുന്നില്ല.
ഇതിന്റെ കാര്യം നോക്കാൻ പറയാം. അങ്ങനെ പറഞ്ഞേ. അപ്പൊ എല്ലാം അറിയാൻ നിനക്ക് കൊച്ചു കല്ലിയല്ലേ? അതൊക്കെ പോട്ടെ, ഈ കഴിവൊക്കെ മോക്ക് ജന്മനാ കിട്ടിയ കഴിവാണോ അതോ വളർന്നതിന് ശേഷം ആരെങ്കിലും പഠിപ്പിച്ചാണോ മോളെ? അയ്യോ മാഷെ, അതെ, ഞാൻ കുഞ്ഞായിരുന്നപ്പോണ്ടല്ലോ, ഒരു കുടുക്കാച്ച വാപ്പയായിരുന്നപ്പോണ്ടല്ലോ, എനിക്കൊന്നും അറിയില്ലായിരുന്നേ. ഞാൻ പിന്നെ വളർന്നു പടർന്നു പന്തലിച്ചൊരു വൃക്ഷമായി കഴിഞ്ഞപ്പോണ്ടല്ലോ, എനിക്കെന്തെങ്കിലും ഈ ഫീൽഡ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നിയപ്പോണ്ടല്ലോ, എന്നെ ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് ലക്ഷ്മി ചേച്ചിയാ. ആരാ? ലക്ഷ്മി ചേച്ചി. അങ്ങനെ വരട്ടെ. കലാമണ്ഡലം ലക്ഷ്മി ടീച്ചർ. എന്റെ മാഷെ, കലാമണ്ഡലം ലക്ഷ്മി ടീച്ചർ ഒന്നും അല്ല. ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി. വേലക്കാരിയോ? വേലക്കാരി ആയതുകൊണ്ട് പറയല്ല. അവര് ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ആക്ട് ചെയ്യും. 24 മണിക്കൂറും ഇവളെ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യിക്കാതെ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും അവർ ചെയ്യും. എന്തിനധികം പറയുന്നു, അവരൊരു സകലകല വല്ലഭയാ. കഴിവുള്ള സാധനത്തെ വീട്ടിൽ വെച്ച് പൂട്ടിയിട്ട് കഴിവില്ലാത്ത സാധനത്തെ പൊക്കിക്കൊണ്ട് നടക്കുക മഹിളാരക്തമാക്കാൻ വേണ്ടിയിട്ട്. ആണുങ്ങളുടെ ഒരു ഗതികേടെ. ഇങ്ങോട്ട് മാറിക്ക മാഷെ. കളിക്കില്ലേട്ടാ നിന്നെ നാളെ 12:30 ഞാൻ പൊക്കിയിരിക്കും. പോയിപ്പോ നാളെ 12:30 ജംഗ്ഷനിൽ വെച്ച് പോക്കി. ആ കൊള്ളത്തിൽ മാഷ് കണ്ടില്ല, അവരെന്നെ തല്ലിച്ചു പോയത്. ആണോ? നിന്നെ തല്ലിയല്ല ചെയ്യേണ്ടത്, നല്ല ഒന്നാന്തര ചവിട്ട് കേട്ടടാ. എന്നെ തല്ലിച്ചു പോയപ്പോ ഇവരൊക്കെ വലിയ കൊമ്പത്തെ ആൾക്കാരെ. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത ജംഗ്ഷനിൽ പോയി 2 മേടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത ജംഗ്ഷനിൽ പോയി ഞാൻ അടികൊണ്ട് ചുരുണ്ടോളാം, സത്യം. അപ്പോൾ എനിക്ക് SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് ബൈജു BAIJU. പ്ലീസ് വോട്ട് ഫോർ മീ. ഓക്കെ, താങ്ക് യു.